മീൻകറി വെക്കുമ്പോൾ എല്ലാവരുടെയും ഒരു പരാതിയാണല്ലോ, മീൻകറി ചാറ് കുറുകിയിരിക്കുന്നില്ല, അല്ലെങ്കിൽ ചാറ് നീണ്ടുപോയി വെള്ളം പോലെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ പരാതി പറയുന്നവർക്ക് മീൻകറി വെക്കുമ്പോൾ എങ്ങനെ കുറുകിയിരിക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ട് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് പിരിയാൻ എന്നുള്ളൊരു മീനാണ്. അപ്പോൾ ഇത് കഴുകി ഒന്ന് വൃത്തിയായി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി എടുക്കുമ്പോൾ ഇത്ര ഇഞ്ചി എടുക്കണം കേട്ടോ. ഇനി കുറച്ച് കരിവേപ്പില വേണം, ഒരു 5-8 ചെറിയ ഉള്ളി വേണം, ഒരു തക്കാളി വേണം, ഒരു 4 അല്ലി വെളുത്തുള്ളി എടുക്കുക, അതുപോലെ തന്നെ 5 പച്ചമുളക് കീറിയതും എടുക്കുക. അപ്പോൾ ഈ പച്ചമുളക് നമ്മുടെ എരിവിൻ്റെ ആവശ്യത്തിനനുസരിച്ച് എടുത്താലും മതി കേട്ടോ. ഇനി ഈ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്ത് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു കുറച്ച് എണ്ണ ഒഴിച്ചാൽ മതി. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം വീണ്ടും അതിലേക്ക് നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഉള്ളി, ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് വരട്ടിയെടുക്കാം. ഒരുപാട് സമയം വരട്ടുമൊന്നും വേണ്ട, അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലും കാര്യങ്ങളൊക്കെ ഒന്ന് മാറുന്നോളം വരെ ഒന്ന് വരട്ടിയെടുത്താൽ മതി. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അതൊന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്ത് മാറ്റിയെടുത്ത് വെക്കാം കേട്ടോ. അത്യാവശ്യം ചെറിയ രീതിയിൽ ഇപ്പോൾ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ചേർക്കുന്നത്. എരിവ് വേണമെങ്കിൽ എരിവുള്ള മുളക് പൊടി ചേർക്കാം കേട്ടോ. ഞാൻ ഇവിടെ കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നതായതുകൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഞാനിതിലേക്ക് 4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മുളക് പൊടി ഒന്ന് ചെറിയ രീതിയിൽ അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടണോടം വരെ ഒന്ന് ചൂടാക്കി കൊടുക്കാം. ഒരുപാട് സമയമൊന്നും ചൂടാക്കണ്ട, മുളക് പൊടി കരിഞ്ഞു പോകും. അതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറി കിട്ടുന്നോടം വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചാറ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് 1 കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പുളിക്ക് നല്ല പുളി ഉള്ളതുകൊണ്ട് ഞാനിവിടെ ഒരെണ്ണാട്ടോ ചേർക്കുന്നുള്ളൂ. അതും ആവശ്യത്തിനനുസരിച്ച് 1-2 എല്ലാവർക്കും ചേർക്കാം. ഇനി ഉപ്പും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഈ വെള്ളം ഒന്ന് തിളയ്ക്കുന്നോടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതാട്ടോ മീൻകറിയുടെ ആ അരപ്പ് എന്ന് പറയുന്നത്. ഞാൻ ഈ അരപ്പ് തിളച്ചതിന് ശേഷം മാത്രമാണ് ഈ മീനെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നത്. ഇനി മീനെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊരു മൂട വെച്ചടച്ച് ഒരു 10 മിനിറ്റ് വേഗം വെക്കാം. അപ്പോൾ മീനൊക്കെ നന്നായി വെന്ത് വരുമ്പോഴേക്കും നമുക്ക് മീനിന് കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ടുള്ള മുളക്, ഉള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ. ഇപ്പം മീൻകറി നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി കടുക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി എടുത്ത് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതുപോലെ തന്നെ കടുക്, ഉള്ളി, മുളക്, കറിവേപ്പില എല്ലാം കൂടി ഒന്ന് ഇട്ട് കൊടുത്ത് നന്നായി മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മീൻകറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മുടെ മീൻകറി റെഡിയായി കഴിഞ്ഞു. ഇപ്പം നല്ല രീതിയിൽ കുറുകിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കുറുകണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ചാറ് വറ്റിച്ച്